വെൽക്കം ബാക്ക് ടു ഇത് ഞങ്ങളുടെ ഫാമിലി. അപ്പം എന്താ കുറച്ച് ചക്കപ്പഴം കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം എനിക്ക് ചക്ക കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ ഈ വർഷം എൻ്റെ ചക്കപ്പഴം കിട്ടി. എൻ്റെ ഫ്രണ്ട് ലീന കൊടുത്തു വിട്ടാണ്. അപ്പോൾ ലീനായിക്ക് ആരോ കൊടുത്താണ് ഒരു ചക്ക. അത് പലർക്കായിട്ട് ലീന പിന്നെ വീതം വെച്ചു എന്നുള്ളതാണ്. അപ്പം എനിക്കും കിട്ടി ഒരു വീതം. ഞാനിങ്ങനെ ചോദിച്ച് വെച്ചേക്കുമായിരുന്നു എനിക്ക് വേണം എന്നുള്ളത്. അപ്പം ഞാൻ കുറേ തിന്നു. ബാക്കി ഞാനെടുത്ത് ചക്കപ്പൂട്ടുണ്ടാക്കി. അപ്പം ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെയും അതിൻ്റെ ഫ്രിഡ്ജിനകത്തൊക്കെ അതിൻ്റെ സ്മെല്ലൊക്കെ വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വൈകിട്ട് തന്നെ ചക്കപ്പൂട്ടിന് ഇതുപോലെ അപ്പച്ചമ്മനകത്താണ് വെച്ചത്. ഓരോന്നായിട്ട് ഉണ്ടാക്കുന്നതിൽ നല്ല ഇങ്ങനെയാകുമ്പോൾ തന്നെ എല്ലാത്തേലും നല്ലപോലെ പിടിച്ചോളുമല്ലോ. നല്ലപോലെ ആവി കയറ്റി വെച്ചു. എന്നിട്ട് ഞാൻ രാവിലെ എടുത്ത് വേണ്ട വീണ്ടും ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റി. വൈകിട്ടേ ഞാൻ അങ്ങനെ ആക്കി വെച്ചു. എന്നിട്ട് രാവിലെ എടുത്ത് വീണ്ടും ഒന്നുകൂടെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് തേൻ വരിക്കയോ മറ്റായിരുന്നു. ഭയങ്കര മധുരമായിരുന്നു. അപ്പം പുട്ടും കൂടെ ഉണ്ടാക്കിയപ്പോഴത്തേക്കിനും പുട്ടിനും അതേ അതിൻ്റെ ചക്കയുടെ ആ മധുരം എല്ലാം കൂടെ ഇറങ്ങിയിട്ട് ഒത്തിരി നല്ലതായിരുന്നു തിന്നാൻ. വേറെ ഒന്നും കൂട്ടണ്ട, ചുമ്മാ നമുക്ക് കുഴച്ചങ്ങ് കഴിച്ചാൽ മതിയായിരുന്നു. ആരും ഇതൊന്നും കഴിക്കത്തില്ല, എങ്കിലും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഉണ്ടാക്കി കഴിച്ചു. അങ്ങനെ ചക്കപ്പൂട്ട് ഉണ്ടാക്കി 2-3 പ്രാവശ്യമായിട്ട് അത് കഴിച്ചു ഞാൻ. പിന്നെ ഇത് ഞാൻ നർമ്മദയിൽ പോയതാണ്, ഞാൻ ലീനായും കൂടെ. അപ്പം അതുകൊണ്ട് ഈ മെറ്റീരിയൽ കണ്ടോ, ഇത് പെൺകുട്ടികളൊക്കെ ഒത്തിരിയും പേര് വന്ന് സാരിക്കായിട്ട് മുറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു നൈറ്റ് പാർട്ടിക്കൊക്കെ ഒത്തിരി നല്ലതാണ് പെൺകുട്ടികൾക്ക്. പിന്നെ ഇതുപോലെ സാരി ആയിട്ട് ഉടുക്കാനായിട്ടൊക്കെ നല്ല രസമാണ്. ആ ലൈലാക്ക് കളറ് നല്ല ഭംഗിയുണ്ട്. കുറേ കളേഴ്സ് ഉണ്ട്, പക്ഷെങ്കിൽ ആ ലൈലാക്ക് നല്ല ഭംഗിയായിട്ടുണ്ട്. പീച്ച്, റെഡ്, ഇങ്ങനെ കുറേ കളറുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ സാരിക്കാണ് ഏറ്റവും നല്ലതത്. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ തന്നെ അവിടെ കിടക്കുന്ന കണ്ടാൽ തന്നെ ഒരു ഭംഗിയായിരുന്നു, അങ്ങനെ എടുത്താണ്. പിന്നെ ബ്രൊക്കേഡിൻ്റെ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഈ ബ്രൊക്കേഡും കൊണ്ട് ബോട്ടം തയ്ച്ചിട്ട് ഈ കളറ് പ്ലെയിൻ തുണി എടുത്ത് ടോപ്പും തയ്ക്കണം. നല്ല ഭംഗിയായിരിക്കും. കുർത്തി ടോപ്പും കൂടെ തയ്ച്ചാൽ മതി. പിന്നെ എൻ്റെ എപ്പോഴും ആസ് യൂഷ്വൽ എൻ്റെ ഫേവറേറ്റ് കോട്ട, അത് വേണ്ട കുറേ വന്നിട്ടുണ്ട് നമുക്ക്. കാരണം ഈ ആഴ്ചയൊക്കെ കഷ്ടാനുവാഴ്ചയൊക്കെ അല്ലേ, അപ്പോൾ പള്ളിയിലൊക്കെ പോകാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ്. നല്ല കളേഴ്സ് കുറേ വന്നിട്ടുണ്ട്. ഓഫ് വൈറ്റ് കളറിലാണ് ഏറെ ഡിസൈൻസ് എല്ലാം വന്നേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പം ഞാൻ കണ്ടപ്പോൾ എടുത്താണ്. അപ്പം ഞാനൊരു 3-4 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്, പക്ഷേ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇട്ടത്. പിന്നെ അതുപോലെ വേണ്ട കോട്ട, സോഫ്റ്റ് കോട്ടയുടെയാണ് ഈ ഇരിക്കുന്ന മെറ്റീരിയലുകൾ മുഴുവൻ കേട്ടോ. അതെല്ലാം പല കളറ് പല ഡിസൈൻസ് ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. പിന്നെ ഇതേപോലെ കുറേ പേര് സാരിക്ക് മുറിച്ചുകൊണ്ട് പോകുന്ന കണ്ടു. ജസ്റ്റ് വൈറ്റിലാണിത്, വൈറ്റിൽ. പിന്നെ ഈ ലൈലാക്ക് കളറ് ശരിക്കും പറഞ്ഞാൽ കട്ട് വർക്ക് പോലെ തന്നെ നമുക്ക് തോന്നും. സാരിക്ക് ഒത്തിരി നല്ലതാണ്. പിന്നെ മലായ് ചന്തേരി ഇറങ്ങിയിട്ടുണ്ട്. മലായ് ചന്തേരിയുടെ മെറ്റീരിയലാണിത്. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണിത്. ഇതിൻ്റെ പ്ലെയിൻ കളറ് ഉണ്ട് ഇതിൻ്റെ കൂടെ. അതാണ് മിക്കവരും ബോട്ടത്തിന് എടുക്കുന്നത്. പക്ഷേ നമുക്ക് പ്ലെയിൻ എടുത്ത് നമുക്ക് ടോപ്പും തയ്ക്കാം. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനും ലീനായും ഒരേപോലെ ബ്ലാക്ക് ഇട്ടുകൊണ്ട് വന്നപ്പോൾ നമുക്ക് നർമ്മദയിലൊക്കെ ഒത്തിരിയും പേര് പരിചയക്കാർ എപ്പോഴും വന്നപ്പോൾ അവരെല്ലാം ചോദിച്ചു, തന്നെ രണ്ടുപേരോട് ഒത്തോണ്ട് ബ്ലാക്ക് ഇട്ടാണോ എന്ന് ചോദിച്ചു. ഒന്നുമല്ല, കണ്ടപ്പോൾ സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും തന്നെ അതിശയിച്ചു പോയി ഒരേപോലെ ബ്ലാക്ക് ഇട്ടപ്പം. പിന്നെ ഇതേണ്ട മലായ് ചന്തേരിയുടെ തന്നെ വൈറ്റ് കളറ് കുറേ ഉണ്ട്. ഇതേണ്ട അതിൻ്റെ പിങ്ക് കളറ്, അങ്ങനെ കുറേ നല്ല കളേഴ്സാണ്. എല്ലാം നല്ല പേസ്റ്റൽ കളേഴ്സും ഉണ്ട് കുറേ. ഇതേണ്ട ഈ യെല്ലോയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇക്കത്തിൻ്റെ ഒരു ഏറിയ മുഴുവൻ ഇക്കത്തിൻ്റെ മെറ്റീരിയലാണ്. പലതരത്തിൽ അരികിൽ ബോർഡർ വരുന്നതും, അങ്ങനെ ഏത് കളറേ വേണമെങ്കിലും നമുക്ക് ഇക്കത്ത് കിട്ടും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു സൈഡ് മുഴുവൻ അതാ വെച്ചേക്കുന്നത്. അപ്പം ഞാൻ കണ്ടപ്പോഴത്തേക്കിനും അതിൻ്റെ വീഡിയോ എടുത്തതാണ്. അപ്പം നോക്കിയേ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കിയേ. എല്ലാ കളേഴ്സും ഉണ്ട്, എല്ലാ ഡിസൈൻസും. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആനന്ദിൽ പോയി. നമ്മുടെ ആനന്ദ് റെസ്റ്റോറൻറ്റ്, അതിപ്പം പിന്നെ ഫുള്ള് റിനോവേറ്റ് ചെയ്താകുക, എല്ലാം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാനും ലീനയും കൂടെ സുനുവിൻ്റെ ബർത്ത്ഡേക്ക് സുനുവിനെ ഒന്ന് നേരിട്ട് വീട്ടിൽ പോയി വിഷ് ചെയ്യാൻ പോകാനായിട്ട് ഞാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പം കുറച്ച് സമയം കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം 1-2 പണികളൊക്കെ ചെയ്ത് തീർത്തേച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ലീനായും അവിടെ വീട്ടിൽ റെഡിയായിട്ട് നിൽക്കിയപ്പോൾ പോണ വഴിക്ക് ലീനായി കൂടെ കൂട്ടിക്കൊണ്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ എന്താ ഓട്ടോയിൽ ലീനയുടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. പോണ വഴി ലീനായി കൂടെ കൂട്ടും. അങ്ങനെ പിന്നെ സുനുവിനെ ഒന്ന് പോയി വിഷ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ പോയി പായസമൊക്കെ കുടിച്ചു. 2-3 ഫോട്ടോസും ഒക്കെ എടുത്ത് തിരിച്ചു പോന്നു.
പിന്നെ എനിക്ക് കഴിഞ്ഞ മാസം ശരിക്കും പറഞ്ഞാൽ ഞാൻ സാധനമെല്ലാം ഒരുമിച്ച് എടുത്തിട്ടേ ഇല്ല. നമുക്ക് ഒരുമിച്ച് സാധനം എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും എന്തെങ്കിലുമൊക്കെ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇതേപോലെ സുലഭയിൽ എനിക്ക് സുലഭ വന്ന് ഒരു മാസം ഞാൻ ലുലുവിൽ പോയി എടുത്തു. പക്ഷേ എന്തോ എനിക്ക് എന്തൊക്കെയോ സാധനങ്ങൾ ഇരിക്കുന്നതെല്ലാം കൃത്യമായിട്ട് അറിയാൻ മേലാത്തത് കൊണ്ട് നമ്മൾ ഈ നോക്കി നോക്കി വരുമ്പോഴത്തേക്കിനും മുക്കാല് സാധനങ്ങൾ മറന്നു പോകും. ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വന്ന് എനിക്ക് ഓരോ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് നല്ലപോലെ അറിയാം. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. ഇപ്പം മറ്റിടത്ത് പോയി ലുലു തുടങ്ങിയ പിന്നെ ഞാൻ 2 പ്രാവശ്യം പോയിട്ടും എനിക്ക് എല്ലാ സാധനമൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എന്താണേലും ഇവിടെ തന്നെ മേടിക്കുന്നുള്ളൂ എന്ന് വെച്ചിട്ട് അങ്ങനെ സുലഭേ വന്നതാണ്. അപ്പം ഞാൻ എഴുതി ഒന്നും ലിസ്റ്റൊന്നും കൊണ്ടുവരത്തില്ല, പക്ഷേ എനിക്കറിയാൻ വേണ്ടതൊക്കെ. അപ്പം അതും കഴിഞ്ഞേച്ച് ഞാൻ ലുലുവിൽ പോയി ഫ്രൂട്ട്സ് മേടിക്കാനായിട്ട്. എനിക്ക് ഫ്രൂട്ട്സ് ലുലുവിലെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ പോയി വാങ്ങി. അപ്പോൾ വീട്ടിൽ വന്ന് കഴിഞ്ഞേച്ച് പിന്നെ ഇതെല്ലാം എടുത്ത് വെക്കലാണ് വലിയൊരു പണി. ഇതെല്ലാം ഓരോ സ്ഥലത്ത് എടുത്ത് വെക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ അപ്പോൾ ലുലു പോകുമ്പോൾ ഞാൻ എപ്പോഴും ബാഗുമായിട്ടാണ് പോണത്. എനിക്ക് തോന്നുന്നു 20 ദിറംസ് അല്ല 20 റുപ്പീസ് ആവും ഒരു ബാഗിന്. അപ്പോൾ അതിന് ബാഗും കൊണ്ട് എപ്പോഴും ഞാൻ പോകും. അല്ലെങ്കിൽ പിന്നെ എല്ലാ പ്രാവശ്യവും ബാഗ് മേടിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പം ഞാൻ പോകുമ്പോഴത്തേക്കിന് ഓർത്ത ബാഗ് ലുലു പോകുന്നു എന്ന് ഓർക്കുമ്പോഴേ ബാഗ് എടുത്ത് വെക്കും. പിന്നെ സുലഭേന്നാകുമ്പോഴത്തേക്കിനും എനിക്കൊരു ചാക്കിനകത്തോട്ട് അവർ ഫുള്ള് സാധനം കൂടെ അതിൻ്റെ അകത്ത് ഇട്ട് തരും. പിന്നെ ഒരു വേറെ പ്ലാസ്റ്റിക് കവറിനകത്തോ വല്ല അല്ലാത്ത ഫുഡ് ഐറ്റംസ് ചെറിയ സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് തരും. അങ്ങനെ സാധനമെല്ലാം മേടിച്ച് ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കണം. അത് തന്നെ വലിയൊരു പണിയാണ്. എനിക്ക് മേടിച്ചുകൊണ്ട് വരുമ്പോഴേ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യം ഇതാണ്, ഇതെല്ലാം ഓരോ സ്ഥലത്ത് എടുത്ത് വെക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരുമിച്ച് നമ്മൾ ഒരു മാസത്തേക്കുള്ള സാധനം എല്ലാം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. എപ്പം എന്ത് സാധനം ഒന്നും ഉണ്ടാക്കണമെന്ന് തോന്നിയാലേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റും, സാധനങ്ങളെല്ലാം ഇരിപ്പുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് ഓർത്ത് വരുമ്പോഴത്തേക്കിന് പലതും കാണത്തുമില്ല. അങ്ങനെ അപ്പം ഞാൻ പോയപ്പോഴത്തേക്കിന് എനിക്ക് ഒലീവ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അവിടുന്ന് മേടിച്ചാണ്. പക്ഷേ ഒലീവ്സിന് വിലയാണല്ലോ. അപ്പം കുറച്ചേ മേടിച്ചിട്ടുള്ളൂ, 73 രൂപ. എനിക്കൊന്നൊരു 10-15 പീസ് കാണുമായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ അത് പിന്നെ അതിൻ്റെ കൂടെ ഇതും മേടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മുടെ പൈനാപ്പിൾ, പിന്നെ മുളകും ഉപ്പും ഒക്കെ ഇട്ടുണ്ടല്ലോ, അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പൈനാപ്പിൾ ഇങ്ങനെ ഒരു വാടിയ പോലെ ഇരുന്നു, എനിക്ക് അത്ര ഫ്രഷായിട്ട് തോന്നിയില്ല. കാരണം ഇങ്ങനെ അവരിത് ചെയ്ത് വെച്ചിരുന്നതല്ല, പാക്കറ്റ് ആക്കി വെച്ചിരുന്നതല്ല, അതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ ക്യാരറ്റും കിടപ്പുണ്ട്, പിന്നെ നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഒക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല കഴിക്കാനായിട്ട്. അതിൻ്റെ അകത്തെ ആ ചെറിയ കുരുവുള്ളതും ഒക്കെ കളഞ്ഞിട്ടാണ് അവരിതിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം നല്ലതാണ്. മേടിച്ചിട്ടില്ലാത്തവരൊന്ന് മേടിച്ച് നോക്കണേ. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പേളിമാണി ഷോ ഞാൻ ഇറങ്ങുന്ന അന്ന് തന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നീടാണെങ്കിലും ഇരുന്ന് കാണും. കാരണം നമ്മളെ ചിരിപ്പിച്ച് കൊല്ലും. പേളി ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ എത്ര നമ്മൾ മനസ്സിന് എന്ത് വിഷമായിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ പോലും ഇത് കണ്ടാൽ ചിരിച്ച് നമ്മൾ ചത്തുപോകും, അതുപോലെയാണ്. അപ്പോൾ ഞാൻ പേളിയുടെ എല്ലാ ഈ ഷോയും, പേളിമാണി ഷോയുടെ എല്ലാ എപ്പിസോഡും ഞാനിങ്ങനെ സമയമുള്ളപ്പോൾ ഇരുന്ന് കാണും. അപ്പോൾ നമുക്ക് വലിയ മാനസിക വിഷമത്തിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ഭയങ്കരമായിട്ടൊന്ന് റിലാക്സ് ആകും നമുക്കിത് കണ്ടാൽ. അപ്പം ഞാൻ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എപ്പോൾ ബ്രെഡ് മേടിച്ചാലും ഈ പറഞ്ഞ പോലെ മിച്ചം വരും. എന്നാൽ എനിക്ക് ബ്രെഡ് എപ്പോഴും വീട്ടിൽ വേണം താനും, അങ്ങനെ മേടിച്ചാണ്. ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ സവാളയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ അതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ നീളത്തിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് നെയ്യ് അതിലേക്ക് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് ബ്രെഡ് അതിലേക്ക് വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും കൂടെ കുറച്ചൊരു നെയ്യ് നമുക്കൊന്ന് തൂത്ത് കൊടുക്കണം. ആ നമ്മൾ വെച്ചതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് നെയ്യും കൂടെ തൂത്ത് കൊടുത്തിട്ട് നമുക്കതെല്ലാം ഒന്ന് മറിച്ചിടണം ഇതേപോലെ. എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പിൽ വേണം നമുക്കിങ്ങനെ വെക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മുട്ട എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഓംലെറ്റിന് ഉണ്ടാക്കുന്ന പോലെ തന്നെ. എന്നിട്ട് കുറച്ച് കെച്ചപ്പും എല്ലാം കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിടണം. മറിച്ചിട്ടിട്ട് നമുക്ക് പിന്നെ അങ്ങേ സൈഡും കൂടെ ഒന്ന് ചെറിയതായിട്ടൊന്ന് ഇതാകുമ്പോഴത്തേക്കിന് നമുക്ക് ഇത് റോൾ ചെയ്തെടുക്കണം അങ്ങോട്ട്. അപ്പോൾ നമുക്ക് പിള്ളേരെ പറ്റിക്കാനായിട്ട് ഒരിത്, അതായത് ബ്രെഡ് സാൻഡ്വിച്ച് തരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയും. ആരണക്കോ വേണ്ട, എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പം അതിലും ഭേദം ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇവർ ഓർക്കുക അതാണ്ട് വലിയ സ്പെഷ്യൽ സംഭവം ആണെന്ന് വിചാരിക്കും. അങ്ങനെ ആരനോട് ഇത് സാൻഡ്വിച്ച് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനിത് ഇങ്ങനെ ആക്കിയപ്പോൾ ആരൻ ഓർത്താണ്ട് വലിയ സംഭവമാണ്, അങ്ങനെ ഉണ്ടാക്കിയെടുത്താണിത്. അപ്പം പക്ഷേ എന്തോ ഒരു ടേസ്റ്റാണ് ഇങ്ങനെ നമുക്ക് കഴിക്കുമ്പോൾ. പിന്നെ ഞാൻ ഈ കോവയ്ക്ക തോരൻ വെക്കുകയാണ്. അപ്പോൾ അത് എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയ കോവയ്ക്കാണെങ്കിൽ നമുക്കൊരു 3 ആയിട്ട് കട്ട് ചെയ്യാം, അല്ല വലിയ വലിപ്പമില്ലാത്തതാണെങ്കിൽ 2 ആയിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ മിക്സി
മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിനെടുത്തിരിക്കുന്ന ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങായ, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് ജീരകം, കുറച്ച് മുളക് പൊടി, ഇത്ര ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യമായിട്ടൊന്ന് ക്രഷ് ചെയ്ത് നമുക്കിതെടുക്കണം. അപ്പോൾ അതാണ്ട് ഇത് ക്രഷ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ തോരൻ അരിയുന്ന പോലെ അരിഞ്ഞ് നമ്മൾ മെനക്കെടുകയും വേണ്ട, എല്ലാം കൂടെ മിക്സ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ചീനിച്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുകിട്ടു. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇത്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വറ്റൽമുളക് ഞാൻ കീറിയിടുന്നുണ്ട്. എന്നിട്ട് അത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റാം. കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക എല്ലാം കൂടെ ഇടാം. എന്നിട്ട് നമ്മൾ വേറെ വെള്ളം ഒഴിക്കുകയൊന്നും വേണ്ട. ഇതേപോലെ ഇതിൻ്റെ അകത്തിട്ട് ഇളക്കി നമുക്ക് ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ മതി. പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പം വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്ക് ഇതെടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാവേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചേ ഉള്ളൂ. കൃഷി ചെയ്തെടുക്കുന്നതുകൊണ്ട് ചെറിയൊരു വെള്ളമയം പോലെ കാണും. അപ്പോൾ ആ വെള്ളമയത്തിൽ ഇത് വെന്തോളും. അപ്പോൾ നമ്മുടെ കോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പണികളൊക്കെ ചടപടാന്ന് പറഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് സുനുവിൻ്റെ ബർത്ത്ഡേയുടെ ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അതിന് പോകാനായിട്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേനാണ് പുതിയ നവ്യ ബേക്കറി കഞ്ഞിക്കുഴിയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ ആ തോമാച്ചമ്പടിയുടെ അവിടെയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് പോവുകയാണ്. പിള്ളേർ സിനിമയും കഴിഞ്ഞേച്ച് പിള്ളേർ 3 പേരും കൂടെ വരും. ഞങ്ങൾ ഗാഡ്സ് ഇല്ലേ നമ്മുടെ ശാസ്ത്രി റോഡിൽ അവിടെയുള്ള പണ്ട് ദംറോ ഫർണിച്ചർ ഷോപ്പായിരുന്നു അവിടെ. അപ്പോൾ അവിടെ പോയി ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞേച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പം ഞങ്ങളുടെ സാധാരണ സ്ഥിരം പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ഫോട്ടോയെല്ലാം ഞാൻ താണ്ടി ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.